ഗാർഹിക പീഡനവും സ്ത്രീധന മരണവും സ്ത്രീകളുടെ ആത്മഹത്യകളും നിത്യസംഭവങ്ങളായി മാറിയിരിക്കുകയാണ്. വിസ്മയ, ഉത്ര തുടങ്ങിയവരൊക്കെ ഇതിന് ഇരയാകപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പന്തീരങ്കാവിൽ നിന്നും ഒരു നവവധുവിന് നേരിടേണ്ടി വന്ന ഞെട്ടിക്കുന്ന ഭർതൃപീഡനവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് അങ്ങേയറ്റം കൊടിയ പീഡനങ്ങളായിരുന്നു. അടുക്കള കാണൽ ചടങ്ങിനായി കുടുംബസമേതം മകളുടെ വീട്ടിലെത്തിയപ്പോഴാണ് ക്രൂരതയുടെ വിവരം വീട്ടുകാർ അറിയുന്നത്. വീട്ടിലെത്തിയവർ കുറേ നേരം കാത്തുനിന്നിട്ടും മകൾ എത്തിയില്ല. മകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ വസ്ത്രം മാറുകയാണെന്ന് പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അവശയായി പതിയെ പതിയെ നടന്നു വരുന്ന മകളെയാണ് വീട്ടുകാർ കണ്ടത്. അവളെ കണ്ടപ്പോൾ എന്റെ മകൾ തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോയെന്ന് പിതാവ് പറയുന്നു. നെറ്റിയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. വരന്റെ അമ്മയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബാത്റൂമിൽ തെന്നി വീണതാണെന്നും തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നുമാണ് അവർ പറഞ്ഞത്. പിന്നീട് വിശദമായി വീട്ടുകാർ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് സംഭവിച്ച ക്രൂരമർദ്ദനം പെൺകുട്ടി വീട്ടുകാരോട് തുറന്നു പറയുന്നത്. കഴുത്തിൽ കേബിളിട്ട് മുറുക്കി ബെൽറ്റ് കൊണ്ടടിച്ചു. ചുണ്ട് വലിച്ചു മുറിക്കുകയും നെറ്റിയിൽ കൈകൊണ്ട് ഇടിക്കുകയും ചെയ്തു. മെയ് 5 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പറവൂർ സ്വദേശിയായ പെൺകുട്ടിയുടെയും കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി രാഹുലിന്റെയും വിവാഹം നടന്നത്. രാഹുൽ ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. എംടെക് ബിരുദധാരിയായ യുവതി ടെക്നോ പാർക്കിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ്. സംശയത്തിന്റെ പേരിലാണ് മദ്യപിച്ച് ഭർത്താവ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് യുവതി പറയുന്നു. മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴിയായിരുന്നു രാഹുലിന്റെ വിവാഹാലോചന നടന്നത്. ഒരിക്കൽ ഇവരുടെ വിവാഹാലോചന നടന്ന് ചില കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയിരുന്നു. പിന്നീട് രാഹുലിന്റെ താല്പര്യപ്രകാരം വീണ്ടും ആലോചനയുമായി എത്തുകയായിരുന്നു. തുടർന്നാണ് വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും യുവതി പറയുന്നു. എന്നാൽ വിവാഹശേഷം ചെറിയ പിണക്കമുണ്ടായി. ഇതിന് പിന്നാലെ കൂടെ ജോലി ചെയ്യുന്നവർ അടക്കമുള്ള പുരുഷന്മാരുടെ ഫോൺ നമ്പറുകൾ രാഹുൽ ബ്ലോക്ക് ചെയ്തു. ഈ കാരണം പറഞ്ഞ് മദ്യപിച്ചെത്തി തന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്നും യുവതി പറയുന്നു. മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ കഴുത്തിൽ മുറുക്കി. ചെകിടത്തും ദേഹത്തുമെല്ലാം അടിച്ച് തല പിടിച്ച് ഇടിച്ചു. മുഖത്തടിച്ചപ്പോൾ ബോധം പോകുകയും മൂക്കിൽ നിന്ന് ചോര വരികയും ചെയ്തു. ഇതിനു പിന്നാലെ ഭർത്താവും വീട്ടിലുണ്ടായിരുന്ന ഭർത്താവിന്റെ സുഹൃത്തും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തിരികെ എത്തിയതിന് പിന്നാലെ കുറെ ക്ഷമാപണം നടത്തിയെന്നും യുവതി പറയുന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ യുവതി ഇത് വീട്ടിൽ പറയാതിരിക്കാനുള്ള കാരണം. അതേസമയം തന്റെ മകളെ ക്രൂരമായി മർദ്ദിച്ച രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് യുവതിയുടെ പിതാവ് ആരോപിച്ചു. ഗാർഹിക പീഡനത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മകളെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതിൽ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നും യുവതിയുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.